ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രോം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 5 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 4 വരെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അതുകൊണ്ട് പാർട്ട് 5ലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മൈ നോട്ട് ബുക്കിൻ്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ സ്വന്തം പേരും ഡീറ്റെയിൽസും കൂടി പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ കോൺടാക്റ്റിൽ ആഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് www.bibimohan.com എന്ന മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗ് വിസിറ്റ് ചെയ്യാം. അവിടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭിക്കുന്നതാണ്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൈ നോട്ട് ബുക്കിൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുപോലെ മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗും സപ്പോർട്ട് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ് തയ്യാറെടുക്കുന്നവർ EEMADC എന്ന എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ EEMADC.com എന്ന ബ്ലോഗും വിസിറ്റ് ചെയ്യാം. കൂടാതെ RRB NTPC 2019 പ്രിപ്പറേഷന് വേണ്ടിയിട്ട് NTPCrailway.com എന്നതിൻ്റെ ഒരു ബ്ലോഗും ഉണ്ട്, അതും വിസിറ്റ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. t.me/mynotebookpsc. മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും വാങ്ങിക്കാവുന്നതാണ്. ഓരോ എക്സാമിന് വേണ്ട ബുക്ക് സജഷൻസ് അതിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എന്നിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്, റിവ്യൂസൊക്കെ നോക്കിയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Which article ensures freedom of press in India? Which article ensures freedom of press in India? ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് പ്രസ്, പത്രസ്വാതന്ത്ര്യം, അതിനെപ്പറ്റി പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 19 ആണ് ആൻസർ കേട്ടോ. ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 19 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഏതിലാണ് വരുന്നത്? മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് ഏതിലാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് പെടുന്നത്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടെയും വരെയാണെന്ന് നോക്കൂ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ആർട്ടിക്കിൾ പ്രധാനമായിട്ടുള്ളത് ഞാൻ പറയാം. ഇതിൽ ആർട്ടിക്കിൾ ഇപ്പോൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ അത് സമത്വത്തിനുള്ള അവകാശമാണ് കേട്ടോ. അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ വരുന്നത്. ഇതിൽ 14 എന്ന് പറയുന്നത് നിയമസമത്വം, അതുപോലെ പരിരക്ഷ, അതൊക്കെയാണ് 14 വരുന്നത്. 15 എന്ന് പറയുന്നത് മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു പൗരനോടും വിവേചനം പാടില്ല, അതാണ് 15 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിലുള്ള അവസര സമത്വം, അതിനെപ്പറ്റിയാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അയിത്ത നിർമ്മാർജ്ജനമാണ്, അത് അൺടച്ചബിലിറ്റി, അതിൻ്റെ അബോളിഷ്മെൻ്റ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 18 പറയുന്നത് ബഹുമതികൾ, അതായത് അക്കാദമിക്, മിലിറ്ററി ഒഴികെ ഉള്ള ബഹുമതികളൊക്കെ നിർത്തലാക്കുക, അതാണ് 18ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇത്രയും 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. കൂടാതെ ഇപ്പോൾ 19 മുതൽ, ഇപ്പോൾ ഇത് 19 ആണല്ലോ, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കേട്ടോ. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ അതിൽ ഓരോന്നും ഓരോ ഇത് പറയാം. അതായത് ഇപ്പോൾ ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സ്വാതന്ത്ര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിളിൽ പെട്ടതാണ്. പിന്നെ ആർട്ടിക്കിൾ 20 ആണെങ്കിൽ കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഒക്കെ ഉള്ള അവകാശമാണ്. അപ്പോൾ ഈ ഇതൊക്കെ ഞാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിൽ ലഭിക്കുന്നതാണ്, അവിടെ എൻ്റെ സ്ക്രീനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ പ്ലേലിസ്റ്റിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ 2 വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2ആയിട്ട് ഈ എല്ലാ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രധാന ആർട്ടിക്കിൾസ് ആണ് ചോദിക്കുന്നതും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു 19 മുതൽ 22 വരെയുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെയാണ് കേട്ടോ. സ്വാതന്ത്ര്യം, ഓക്കെ, സ്വാതന്ത്ര്യം എന്നിങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ,
അടുത്തത് ആൻറ്റി ഡിഫെക്ഷൻ ലോ വാസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഷെഡ്യൂൾ? ആൻറ്റി ഡിഫെക്ഷൻ എന്ന് പറയുന്നത് അത് ഏത് ഷെഡ്യൂളിലാണ്? 10th ഷെഡ്യൂളിലാണ് കേട്ടോ. 10ാമത്തെ ഷെഡ്യൂളിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് വെച്ചാൽ എന്താണ്? കൂറുമാറ്റ നിരോധനമാണ് കേട്ടോ. കൂറുമാറ്റ നിരോധന നിയമം, അതാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഓക്കെ, കൂറുമാറ്റ നിരോധന നിയമമാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അത് 10th ഷെഡ്യൂളാണ് വയ്ക്കുക കേട്ടോ. The judges of the district courts are appointed by. ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ, ജില്ലാ കോടതികളുടെ ജഡ്ജസിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് കേട്ടോ. ദ ജഡ്ജസ് ഓഫ് ദ ഡിസ്ട്രിക്ട് കോർട്ട്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഗവർണറാണ് ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജസിനെയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക, ഗവർണർ. വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആകണമെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം ഏജ്? വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? പ്രൈം മിനിസ്റ്റർ ആവാനുള്ള മിനിമം ഏജ് എത്രയാണ് പറയുന്നത്? 25 ആണ് കേട്ടോ. 25 ആണ്. ഓക്കെ, ഇപ്പോൾ 25 വയസ്സാണെങ്കിൽ മാത്രമാണ് പ്രൈം മിനിസ്റ്ററായിട്ട് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. ഇനി ഒരു കാര്യം പറയാം, ഈ പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ഒരു ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിരുന്നു. അത് പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നായിരുന്നു പഠിച്ചത് അല്ലേ? അപ്പോൾ പ്രധാനമന്ത്രിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 75 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 75. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിക്കുന്ന ചില പേരുകളാണ് തുല്യരിൽ ഒന്നാമൻ. ഓക്കെ, ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം എന്നല്ല, പ്രധാനമന്ത്രിയെ വിശേഷിപ്പിക്കുന്നതാണ് ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നൊക്കെ പറയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് കാലാവധി വരുന്നത്. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. കൂടാതെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന് മുന്നിലാണ്, രാജിവെക്കുന്നതും പ്രസിഡന്റിലാണ് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പം നമുക്കറിയാം, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമ്മേളനത്തിലൊക്കെ അധ്യക്ഷത വഹിക്കുന്ന അത് പ്രധാനമന്ത്രിയാണ്. ഇനി മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത ചില വകുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC, അതുപോലെ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, പിന്നെ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെയൊക്കെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത് പ്രധാനമന്ത്രി. അപ്പോൾ പ്രധാനമന്ത്രിയെ പറ്റിയുള്ള പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഓർത്തു വയ്ക്കുക. ഹൗ മെനി മെമ്പേഴ്സ് represented the യൂണിയൻ ടെറിട്ടറീസ് ഇൻ ലോകസഭയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അഥവാ യൂണിയൻ ടെറിട്ടറീസ് എത്ര പേരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹൗ മെനി മെമ്പേഴ്സ് represented the യൂണിയൻ ടെറിട്ടറീസ് ഇൻ ലോക്സഭ? 20 പേരാണ് കേട്ടോ. യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 20 പേരാണ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് JB കൃപലാനിയായിരുന്നു. ശ്രീ JB കൃപലാനിയായിരുന്നു ദ ചെയർമാൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സബ് കമ്മിറ്റി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിലാണ്? പാർട്ട് 4ലാണ്. പിന്നെ DPSPയെ പറ്റി ഒരു കാര്യം ചോദിക്കാറുള്ളത്, അത് ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് ആശയം എടുത്തിട്ടുള്ളത്? അതായത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് കടമെടുത്തിട്ടുള്ളത്. അതും ചോദിക്കാറുണ്ട്. പാർട്ട് 4ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ് വാസ് ഫസ്റ്റ് കൺവീൻഡ് ഇൻ?
പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം, ആദ്യത്തെ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ, അത് എന്നായിരുന്നു? 1961 കേട്ടോ. 1961 ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ കുറച്ച് കാര്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല സഭയാണ്, അറിയാമല്ലോ. അപ്പർ ഹൗസും ഉണ്ട്, ലോവർ ഹൗസും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൻസദ് ഭവൻ എന്നാണ് കേട്ടോ. സൻസദ് ഭവൻ എന്നാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പേരറിയപ്പെടുന്നത്, ഇന്ത്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത്. ഇനി ഈ പാർലമെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് 79ാമത്തെ ആർട്ടിക്കിളിലാണ് കേട്ടോ. പാർലമെന്റിനെ പറ്റി പരാമർശിക്കുന്നത് 79ആണ്. പിന്നെ ഒരു ചോദ്യമാണ്, ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് 110001. അതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് കേട്ടോ, പിൻകോഡ്. ഇനി സാധാരണ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള സാധാരണ കാലയളവ് എന്ന് പറയുന്നത് അത് ചോദിക്കാറുണ്ട്, 6 മാസമാണ് കേട്ടോ. 6 മാസം. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1927 1927 ജനുവരി 18 കേട്ടോ ഈ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അത് പണി കഴിപ്പിച്ചിരിക്കുന്ന ദീർഘവൃത്താകൃതിയിലാണ്. പിന്നെ പാർലമെന്റുകളുടെ മാതാവ്, മദർ ഓഫ് ഓൾ പാർലമെന്റ്സ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് കേട്ടോ, ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ